ഹായ് ഗായ്സ്, ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണും. ഇവനെ പോലെയുള്ള ആളുകളുടെ സ്കാമിൽ പോയി നിങ്ങൾ ഒരിക്കലും പെടരുത്. ഹായ് ഗായ്സ്, മൈ നെയിം ഈസ് ടോണി. എനിക്ക് ഏകദേശം 7 വർഷത്തെ എക്സ്പീരിയൻസ് ആണുള്ളത് ഈ ഒരു കോമേഴ്സ് ഫീൽഡിൽ. അതിനൊപ്പം തന്നെ ഏകദേശം 1500ഓളം ഡ്രോപ്പ് ഷിപ്പേഴ്സിന് ഞാൻ ഇവിടുന്ന് ഡയറക്റ്റ് പ്രൊഡക്റ്റ് സപ്ലൈ ഉള്ളതാണ്. അതിനൊപ്പം തന്നെ 600ഓളം ഷോപ്പുകളിലേക്ക് നമ്മൾ ഡയറക്റ്റ് പ്രൊഡക്റ്റ് സപ്ലൈ കൂടി ചെയ്യുന്നതാണ്. ഓക്കെ, ഈ ഒരു ഐഡിയ വെച്ചിട്ട് ഞാനൊരു ചെറിയൊരു പ്രോഗ്രാം ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോപ്പ് ഷിപ്പേഴ്സ്, കേരളത്തിലുള്ള ഡ്രോപ്പ് ഷിപ്പേഴ്സിന് ഒരു ക്ലിയർലി ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാം. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിൽ നിന്ന് ഒരു ഇൻഫ്ലുവൻസർ, ഇറ്റ്സ് നെയിം ഈസ് ടെയിൽസ് ഫോർമൻ. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ടി ഫോറം എന്നുള്ള പേരിൽ ഒരു 19 വയസ്സുള്ള ഒരു ചെറുക്കനാണ്. ഏകദേശം ഒരു 1.5 വർഷം മുന്നേ എനിക്ക് കണക്ഷൻ ഉണ്ട്. കാരണം പുള്ളി ഒരു റീസെല്ലിംഗ് കോഴ്സ് നടത്തിയിരുന്നു. ആ കോഴ്സിൽ നിന്ന് ആൾക്കാരെ ഒരുപാട് സ്റ്റുഡൻസ് പുള്ളിയുടെ കോഴ്സ് എടുത്ത് പുള്ളി അപ്പോൾ സപ്ലയേഴ്സ് ആയിട്ട് കൊടുക്കുന്നത് എൻ്റെ നമ്പറൊക്കെ ആയിരുന്നു പുള്ളി സപ്ലയേഴ്സ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനായിരുന്നു അതിൽ വെച്ചിട്ടുള്ളൊരു മലയാളി സപ്ലയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ പുള്ളിയായിട്ട് ചെറിയൊരു കോൺടാക്റ്റ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയ കോൺടാക്റ്റ് അല്ല, രീതിക്കുള്ളൊരു ചെറിയ കോൺടാക്റ്റ് ഉണ്ട്. എനിക്കറിയാം പുള്ളി ഒരു ഇൻഫ്ലുവൻസറാണ്. ഓക്കെ, ദെൻ ഞാൻ ഏകദേശം ഒരു 7 മാസം മുന്നെയാണ്, ഏകദേശം ഒരു മെയ്യിലൊക്കെയാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാം ജനറേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു ഡ്രോപ്പ് ഷിപ്പേഴ്സ്, അതും കേരളത്തിലെ ഡ്രോപ്പ് ഷിപ്പേഴ്സിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം. ഞാൻ തന്നെയാണ് അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളെല്ലാം മേക്ക് ഓവർ ഇട്ടതും കാര്യങ്ങളെല്ലാം ചെയ്തത്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഇത് നമുക്ക് മാർക്കറ്റ് ചെയ്യണം, നമുക്കിത് കേരളത്തിൽ ഒരുപാട് ആൾക്കാർക്ക് എത്തിക്കണം. അതിനുവേണ്ടി ഞാൻ ഹയർ ചെയ്തതാണ്, അതിനുവേണ്ടി ഞാൻ വിളിച്ചതാണ് ഈ ഒരു ടെയിൽസ് ഫോർമാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയെ. അതായത് സംരംഭത്തിൽ നിങ്ങൾ എൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ടായിരിക്കും. അപ്പോൾ ആ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് ഇവരെ ചെറിയ പ്രായമല്ല, ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി മിസ്സാവണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു ടെയിൽസ് ഫോർമാനെയും അവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പറഞ്ഞ പോലെ തന്നെ പുള്ളി ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളിക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് അറിയാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പുള്ളിയുടെ ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് ബേസ് പുള്ളിയുടെ നോളജ് വെറും 0 ആയിരുന്നു. ഒന്നും അറിഞ്ഞിരുന്നില്ല പുള്ളി. ഞാൻ എന്താണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് 2-3 പേര് ഡൗട്ട് ചോദിച്ചപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ അത് ഷോപ്പിഫൈ ആണെന്നാണ് ഈ പുള്ളി ആൻസർ കൊടുത്തത്. എന്നിട്ട് ഞാൻ തിരിച്ചു വരെ പോയി. ഞാൻ എന്ത് ചെയ്തു, എന്തായാലും ഇവിടെ ഡൽഹി വന്നതല്ല, ഞാൻ എന്ത് ചെയ്തു, ഞാൻ പുള്ളിക്ക് എൻ്റെ ഒരു 1 CR സെയിൽസ് ഉള്ള ഒരു സ്റ്റോർ പുള്ളിക്ക് ഞാൻ കൊടുക്കാമെന്ന് വെച്ചാൽ പുള്ളിക്ക് യൂസർ ആക്സസ് ഞാൻ കൊടുത്തു. പുള്ളിയോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനൊരു പ്രോഗ്രാം ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഈ ഒരു പ്രോഗ്രാം മാക്സിമം നമുക്ക് കേരളത്തിലെ ആൾക്കാർക്ക് എത്തിക്കണം, അപ്പോൾ നീ ഇതിൻ്റെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അതാണ് ഈ വീഡിയോ, നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഈ വീഡിയോയിൽ ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു സ്റ്റോർ 1 CR സ്റ്റോർ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ ഒന്നും പുള്ളിക്ക് ആക്സസ് ഉണ്ടായിരിക്കില്ല, ഈ കാര്യങ്ങളിലേക്കൊന്നും പുള്ളിക്ക് ആക്സസ് ഉണ്ടായിരിക്കില്ല, കണ്ടോ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു സെക്കൻഡ് എത്തുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ പുള്ളി പറഞ്ഞ പോലെ തന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. പുള്ളി പറഞ്ഞു ഇത് എൻ്റെ സ്റ്റോറായിട്ട് ഞാൻ ഇട്ടോട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ ശരി, ഞാൻ പറഞ്ഞു ഓക്കെ ശരി, നീ നിൻ്റെ സ്റ്റോർ എന്നുള്ള രീതിക്ക് നീ ഇട്ടോ. ഓക്കെ, ഒബ്വിയസ്ലി അവൻ വിചാരിച്ചു അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചു. പുള്ളി അങ്ങനെ തന്നെ ചെയ്തു, കുഴപ്പമില്ലാത്ത രീതിയിൽ ആ വീഡിയോ റീച്ച് ആയി. അപ്പം തന്നെ ഞാൻ പുള്ളിയെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഏത് രീതിക്കാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പുള്ളിക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ഒപ്പം തന്നെ സ്ക്രിപ്റ്റുകൾ നമ്മൾ കൊടുത്തിരുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സ്ക്രിപ്റ്റ് കാര്യങ്ങളെല്ലാം ഞാൻ പുള്ളിക്ക് കൊടുത്തിരുന്നു. തന്നെ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയായിരുന്നു പോയിരുന്നത്, ലൈവ് സെക്ഷൻസൊക്കെ ഞാൻ തന്നെയായിരുന്നു ഇതിൻ്റെ പോയിരുന്നത്. ഒക്ടോബർ ആയ സമയത്ത് ഇതിൻ്റെ ഇടയിൽ പുള്ളി നാട്ടിലും പോയി വരവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കമ്പനിയിൽ തന്നെയായിരുന്നു ടിക്കറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ പുള്ളിയുടെ ഫാദറിന് GCCയിൽ പോകാനായിട്ടുള്ള ടിക്കറ്റ് കാര്യങ്ങൾ നമ്മുടെ കമ്പനിയാണ് എടുത്തു കൊടുത്തിരുന്നത്. ഒപ്പം തന്നെ പുള്ളിയുടെ ഫാമിലി കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെയായിരുന്നു നോക്കിയിരുന്നത്. ഏകദേശം ഒരു 4 ലക്ഷത്തിൻ്റെ അടുത്ത് നമ്മൾ ഇവനെ ഈ സാലറി ആയിട്ട് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, തന്നെ ഇവൻ വന്നിട്ട് 3-ാമത്തെ മാസമായി, ഒക്ടോബറായി. ഒരു സൈഡിലേക്കുള്ള സെയിൽസ് ചാനൽ, സെയിൽസ് ഇവനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, സെയിൽസ് എല്ലാം കളക്ട് ചെയ്യുന്ന ഇവനാണ്, സെയിൽസിൻ്റെ മൊബൈൽ ഇവൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഡാറ്റ എല്ലാം ഇവനാണ് അറിയുന്നത്. ആ ഡാറ്റ എനിക്ക് റിപ്പോർട്ട് കാര്യങ്ങൾ തരാറുണ്ട്. എന്നാലും ആ ഡാറ്റ എത്ര പേയ്മെൻറ്റ് പെൻഡിങ് വരാനുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ, ക്ലയൻസിൻ്റെ, നമ്മുടെ ഒരുപാട് ആൾക്കാരുടെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഈ പുള്ളിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഒരു 10 ദിവസത്തേക്ക് ലീവ് വേണം, 12 ദിവസത്തേക്ക് ലീവ് വേണമെന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ഓക്കെ, ഞാനത് 10 ദിവസത്തേക്ക് സാങ്ഷൻ ചെയ്തു. നമ്മുടെ കമ്പനിയിൽ തന്നെ പോവാനുള്ള ടിക്കറ്റും വരാനുള്ള ടിക്കറ്റും ഫ്ലൈറ്റിൽ നമ്മൾ തന്നെ ഇവിടെ നിന്ന് ബുക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്താണ് പുള്ളി എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ട് എനിക്ക് കണ്ടൻറ്റ് ക്രിയേഷൻ അവിടെ ചെയ്യാനുണ്ട്, നാട്ടിലെത്തിയതിനു ശേഷം 2-3 വീഡിയോസ് എനിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഓക്കെ, ക്യാമറ ഒന്ന് തരുമെന്ന് ചോദിച്ചു, കമ്പനി ക്യാമറ തരുമെന്ന് ചോദിച്ചു. ഓക്കെ ശരി, ഞാൻ കമ്പനി ക്യാമറ കൊടുത്തു. അതുപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളും പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ ചെറിയൊരു ഡൗട്ട് എനിക്ക് തോന്നി അപ്പോഴേ, എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ലൈറ്റ് കൊടുത്തില്ല, ക്യാമറ കൊടുത്തു. അപ്പോൾ എന്തായാലും റിട്ടേൺ ടിക്കറ്റ് എടുത്ത സ്ഥിതിക്ക് പുള്ളി വരുന്നുള്ളത് എനിക്കറിയാം. പിന്നെ സെയിൽസിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഈ മൊബൈലും പുള്ളിക്ക് തന്നെ കൊടുത്തു. കാരണം പുള്ളി വർക്ക് അറ്റ് ഹോം ചെയ്യാന്നുള്ള രീതിക്ക്, ആ ഒരു സമയം വർക്ക് അറ്റ് ഹോം ചെയ്യാന്നുള്ള രീതിക്ക് ഞാനത് കൊടുത്തു വിട്ടു.
പുള്ളി നമ്മുടെ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ വരുന്ന ക്യാമറയാണ് ഞാൻ കൊടുത്തത്. അതിൻ്റെ ഒപ്പം തന്നെ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എനിക്കറിയാം തിരിച്ചു വരുമ്പോൾ നമുക്കത് തരേണ്ടതാണ്, നമ്മുടെ കമ്പനി ആയിട്ടാണ്. ഞാൻ ആ സമയത്ത് ഒരു ചെറിയ ഹോസ്പിറ്റൽ കേസായിട്ട് ഇരിക്കുകയായിരുന്നു. ആ സമയം കൊണ്ട് തന്നെ പുള്ളി ഏകദേശം കമ്പനിയുടെ ഡാറ്റ കാര്യങ്ങളൊക്കെ പുള്ളി കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി കമ്പനിയുടെ ഡാറ്റയും ക്ലയൻറ്റ് ഡാറ്റയും കാര്യങ്ങളെല്ലാം പുള്ളി കളക്ട് ചെയ്ത് പുള്ളിക്ക് അഡ്മിൻ ആക്സസ് പുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ദെൻ സ്വാഭാവികമായി പുള്ളി നാട്ടിലേക്ക് പോയി. ഞാനിതൊന്നും അറിഞ്ഞില്ല. പുള്ളി നാട്ടിലേക്ക് പോയതിനു ശേഷം ഒക്ടോബർ 23-ാം തീയതിയാണ് പുള്ളി പോയത്. ദെൻ 29-ാം തീയതി ആയപ്പോൾ പുള്ളി എനിക്കൊരു മെസ്സേജ് അയച്ചു, ഞാൻ ഇതൊക്കെ നിർത്താൻ പോവാണ്, എൻ്റെ കയ്യിൽ ഇത്രയും ഡാറ്റ, കമ്പനിയുടെ ഇത്രയും ഡാറ്റകൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, ഞാൻ ഈ ഡാറ്റകൾ വെച്ചിട്ട് ഞാൻ ഈ ഒരു കമ്പനി ഫ്രോഡ് എന്നുള്ള രീതിക്കുള്ള മെസ്സേജ് ഞാൻ ഇടും. അപ്പോൾ അതില്ലാതിരിക്കണമെങ്കിൽ എനിക്കൊരു 10 ലക്ഷം രൂപ വേണം. ഞാൻ ഇവിടെ വർക്ക് ചെയ്തതിന് പുള്ളിക്ക് 10 ലക്ഷം, അല്ലെങ്കിൽ പുള്ളി എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തന്നതാണ് ഈ കമ്പനിയുടെ 50% ഷെയർ കൊടുക്കണമെന്ന്. 19 വയസ്സുകാരെ എൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമാണ്, ഈ കമ്പനിയുടെ 50% ഷെയർ പുള്ളിക്ക് കൊടുക്കണം. ഇങ്ങനെ ഒരു 7 ലക്ഷം രൂപ ഈ കമ്പനി JVCom എന്ന് പറഞ്ഞ കമ്പനി ഇനി അങ്ങോട്ട് ഉണ്ടാക്കിയാണ് 7 ലക്ഷം രൂപയ്ക്ക് മേലെ. അതെനിക്കറിയാം, ഞാൻ സെയിൽസ് നോക്കണം, ഞാൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട എത്ര രൂപ വരുന്നു എത്ര രൂപ പോകുന്നു എന്നുള്ളത്. 7 ലക്ഷം രൂപ കിട്ടിയാനെ അതിൽ 50% എനിക്ക് തരാണെങ്കിൽ തന്നെ ബാക്കി എത്ര രൂപ ഉണ്ട്? 7-3 പറ്റുകയാണെങ്കിൽ 4 ലക്ഷം രൂപ. 3 മാസം പണിക്ക് വന്ന ഒരു പണിക്കാരനെ. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ സ്വന്തം അനിയൻ്റെ പോലെ കണ്ടൊരു വ്യക്തിയെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്വഭാവം മാറി കണ്ടപ്പോൾ ഞാൻ എന്തോ പോലെ എനിക്ക് പന്തികെടുത്ത് ഞാൻ ചോദിച്ചു, എന്താണ് നീ എന്തെങ്കിലും കഞ്ചാവോ അങ്ങനെ എന്തെങ്കിലും അടിച്ചിട്ടാണോ നീ സംസാരിക്കുന്നത്, ഇതെന്താണ് ശരിക്കും പറ്റിയത്? പുള്ളിക്ക് 10 ലക്ഷം രൂപ അല്ലെങ്കിൽ എനിക്ക് കമ്പനിയുടെ ഇത്രയും ഷെയർ എനിക്ക് വേണം, അല്ലാത്ത പക്ഷം ഈ ഡാറ്റ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു, ഈ മൊബൈൽ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, ഈ ക്യാമറ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ഇവരിൽ നിന്ന് ഏകദേശം ഒരു 6 ലക്ഷത്തിൻ്റെ അടുത്ത എമൗണ്ട് ഈ ഒരു മൊബൈലിലിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് തന്നെ പെൻഡിങ് പേയ്മെൻറ്റ് കിട്ടാനുണ്ട്. അത് അവനാണ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം കുറച്ച് ആൾക്കാരുടെ അടുത്ത് നിന്ന് പേയ്മെൻറ്റ് അവൻ്റെ നമ്പർ ഞാൻ നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചത് ഇവിടെ JVComൻ്റെ കമ്പനിയുടെ പേര് വെച്ച് ഈ പുള്ളിയുടെ കൃഷ്ണദേവ് എന്ന് പറഞ്ഞ ഈ വ്യക്തിയുടെ നമ്പറാണ്, ഈ പുള്ളിയുടെ നമ്പർ ഗൂഗിൾ പേ നമ്പർ ആക്കിയിട്ട് വെച്ചിട്ട് പുള്ളി പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 6-7 ലക്ഷം രൂപയുടെ അടുത്ത് പേയ്മെൻറ്റ് ഇവൻ ഓൾറെഡി കളക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കംപ്ലീറ്റ്ലി ഞാൻ പറ്റില്ല, ഞാനപ്പോൾ തന്നെ പറഞ്ഞു എനിക്കിത് പറ്റില്ല, നിന്നെ ഞാൻ ടെർമിനേറ്റ് ചെയ്യാണ് കമ്പനിയിൽ നിന്ന്, നിന്നെ വേണ്ട, നിൻ്റെ മൊബൈലും സെയിൽസ് മൊബൈലും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ വീഡിയോസ് ഈ 1CR സ്റ്റോറിൻ്റെ ഇട്ടുള്ള വീഡിയോസ് ഡിലീറ്റ് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. ഒപ്പം തന്നെ ഈ ക്യാമറ ഈ ഫോൺ ഞാൻ തിരിച്ചേൽപ്പിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഓക്കെ, അത്രേ ഉള്ളൂ. വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, എന്ത് വേണമെങ്കിലും ചെയ്തോ, വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ള 35% എനിക്കിതാ ഉള്ളത്, ഓക്കെ. ഞാൻ മര്യാദയ്ക്ക് 2 ദിവസമായിട്ട് പറയണ്ടത്, നമുക്ക് ഈ കമ്പനി നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. യൂട്യൂബ് വീഡിയോസ് അവിടെ തന്നെ കിടക്കും, ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ കിടക്കും, ഓക്കെ. ഞാൻ തന്നെ അവിടെ പ്രൊമോട്ട് ചെയ്ത് ഇനി വരുന്ന സെയിൽസ് ഞാൻ തന്നെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഒരു കമ്പനി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്തുകൊണ്ട് ഇനിയാണ് ശരിക്കും മാർക്കറ്റിംഗ് ചെയ്യാൻ പോകുന്നത്. പുള്ളി അത് കേട്ടപ്പോൾ എന്നെ ബ്ലോക്ക് ചെയ്യാണ് ചെയ്തേക്കുന്നത്. അതിനുശേഷം ഏകദേശം നവംബർ 2-ാം തീയതി 3-ാം തീയതി ഒക്കെ ആയ സമയത്ത് പുള്ളി എന്ത് ചെയ്തു, T4M എന്നുള്ള പേരിലായി പിന്നെ ഈ പേയ്മെൻറ്റ് കളക്ട് ചെയ്യില്ലേ. പുള്ളി പറയുന്നു ഡയറക്റ്റ് സപ്ലൈ സിസ്റ്റം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ പ്രോഗ്രാം എന്ത് ചെയ്യണം. അപ്പോൾ ആൾക്കാർ ഇവനൊരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് തന്നെ നേരെ ഡയറക്റ്റ് കൊണ്ടുപോയി പൈസ നേരെ ഡയറക്റ്റ് ഇവനെ കൊണ്ടുപോയി കൊടുക്കുക. കാരണം ഈ 1CR സ്റ്റോറിൻ്റെ അവൻ്റെ യൂട്യൂബിൽ എടുക്കുന്ന വീഡിയോ അത് ഫേക്കാണ്, നമ്മുടെ കമ്പനിക്ക് വേണ്ടി ഞാൻ ചെയ്യിപ്പിച്ചതാണ്, നമ്മുടെ കമ്പനിയിൽ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഓൾറെഡി ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പുള്ളി ഇതുവരെ ഡിലീറ്റ് ചെയ്തിട്ടില്ല. അത് വെച്ചിട്ടാണ് ആ വീഡിയോസ് 2 വെച്ചിട്ടാണ്, രണ്ടും 1 lakh above വ്യൂസ് ക്രോസ് ആയി. അപ്പോൾ അത് കണ്ടിട്ടാണ് ആൾക്കാർ തെറ്റിദ്ധരിച്ച് ഇവൻ വലിയൊരു ഡ്രോപ്പ് ഷിപ്പറാണെന്ന് വിചാരിച്ച ആൾക്കാർ കൊണ്ടുപോയി പൈസ കൊണ്ടുപോയി കൊടുക്കുന്നത്. ഈ പൈസ കൊണ്ടുപോയി കൊടുക്കുന്ന ആൾക്കാർക്ക് ഒരാൾക്കും അവർക്ക് ഒന്നും കിട്ടുന്നില്ല, നേരെ വന്നൊരു അറ്റ്ലീസ്റ്റ് സ്റ്റോറോ ഒന്നും കിട്ടുന്നില്ല. ഇവൻ എൻ്റെ സെയിം സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞിട്ടാണ് ഇവൻ ഈ പേയ്മെൻറ്റുകൾ വാങ്ങിക്കുന്നത്. അവർ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷം വേറൊരു കോൺടാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കത് അറിയില്ലേ, നമ്മള് JVComൻ്റെ ഇത് കണ്ടാണ് നമ്മൾ കയറിയത്. ബട്ട് അവനെന്തോ ഒരു T4 T4 ടൂപ്പ് ഉണ്ടാക്കിയാണ് അവൻ്റെ വോയിസും കാര്യങ്ങളും ഇതാക്കി ഒരു ഇപ്പോൾ പറയാറില്ല, നമ്മൾ പൈസ പോയി അതന്നെ വേറൊന്നുമില്ല. അപ്പോൾ കുറച്ചായി JVComൻ്റെ ഇത് കണ്ടാണ് നമ്മൾ കയറിയത്. അവനതിൽ അതിൻ്റെ ഇതെല്ലൊക്കെ കാണിച്ചെന്ന് നമുക്ക് അതിലെന്തൊക്കെ ഉണ്ടാവാന്നൊക്കെ പറഞ്ഞാണ്ട് JVComൻ്റെ ഇതാണ്. ഇവൻ എന്തൊക്കെ തട്ടിക്കൂട്ട് എന്തൊക്കെ ചെയ്യുന്നവരോട് എന്തൊക്കെയോ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത്, എല്ലാവരും പെട്ടുപോവുക. ഒരു സ്റ്റോർ പോലും ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവനാണ് ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് കോഴ്സ് അങ്ങനെയാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്കാമിങ്, പക്ക സ്കാമിങ്. ഇതേപോലെ തന്നെ ശ്രീകുമാർ ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു സുഹൃത്ത്, പുള്ളി ക്രിപ്റ്റോ കറൻസി അതുപോലെ തന്നെ ട്രേഡിങ്ങിൻ്റെ കോഴ്സുകളും കാര്യങ്ങളും കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ലൊരു കോഴ്സാണ് പുള്ളിയുടെ.
നിങ്ങൾ കേട്ടോ ശ്രീകുമാർ ടോക്സ്, ശ്രീകുമാർ MS നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അടിച്ചു കൊടുത്താൽ മതി. ഫോറക്സ് ട്രേഡിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ബിറ്റ്കോയിൻ ട്രേഡിംഗ് ചെയ്യുന്ന വ്യക്തിയാണ്. ഈ പുള്ളിയുടെ കോഴ്സ് ഇതേപോലെ തന്നെ ഇവൻ പർച്ചേസ് ചെയ്ത് 7000 രൂപയാണ് കോഴ്സിൻ്റെ റേറ്റ്. ഇതിവൻ പർച്ചേസ് ചെയ്തിട്ട് ഇവൻ ചെയ്ത പ്രവൃത്തി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവനെ പോലെയുള്ള ആളുകളുടെ സ്കാമിൽ പോയി നിങ്ങൾ ഒരിക്കലും പെടരുത്. ഞാൻ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. 8,000 രൂപയുടെ ട്രേഡിംഗ് കോഴ്സ് ജസ്റ്റ് 499 റുപ്പീസിന്. ഓക്കെ, സോ ട്രേഡിംഗ് പഠിക്കുന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാം. 8,000 റുപ്പീസിന്റെ കോഴ്സാണ്. 64 മൊഡ്യൂൾസ് ഒക്കെ ഉണ്ട്, കുറേയധികം വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ ശ്രീകുമാർ ടോക്സിന്റെ വീഡിയോ ആണ്. ഓക്കെ, 8,000 രൂപയുടെ സംഭവമാണ്. സോ 499 റുപ്പീസ് ഉള്ളു. ഓക്കെ, സോ ഈ വീഡിയോ ഇട്ടിരിക്കുന്ന കണ്ടില്ലേ, ഇതൊരു ക്രിയേറ്ററാണ്. ഞാൻ ഇയാളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇയാൾ എൻ്റെ കോഴ്സ് എൻ്റെ പെർമിഷൻ ഇല്ലാതെ ട്രേഡ് മാർക്ക് രജിസ്റ്റേർഡ് ആയിട്ടുള്ള കോഴ്സ് റീസെല് ചെയ്യാണ് ചെയ്തത്. സോ അതിൻ്റെ ലീഗലായിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ ഇവൻ എന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞു ഇവനത് റീസെല് ചെയ്യാന്ന് പറയുന്നത് ഈ ഒരു കോഴ്സ് മാത്രമല്ല, ഒരുപാട് കോഴ്സുകൾ ഇതുപോലെ വാങ്ങി റീസെല് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ട്രേഡ് മാർക്ക് രജിസ്റ്റേർഡ് ആണെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവരത് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നു, ഇപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യാം എന്ന് പറയുകയും കേസൊന്നും ചെയ്യരുതെന്ന് പറയുകയും ചെയ്തു. സോ അവരത് ഡിലീറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഞാനത് വിട്ടു. എന്നാൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേറൊരു വീഡിയോ ഇവനിട്ടു. നിങ്ങളൊന്ന് കണ്ടു. ഗൈസ്, ഞാനൊരു ചെറിയൊരു സംഭവം ചെയ്തു ഗൈസ്, തെറ്റാണ്. ഓക്കെ, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുള്ളിക്കാരൻ്റെ 7,000 രൂപയുടെ ഒരു കോഴ്സ്. ഓക്കെ, അത് ഞാൻ വാങ്ങി. അത് കഴിഞ്ഞിട്ട് ഒരു 500 രൂപയ്ക്ക് ഞാൻ വാങ്ങി കഴിഞ്ഞിട്ട് അത് 500 രൂപയ്ക്ക് ഇട്ട് ഈ പിള്ളേർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച്. അതായത് കുറേ പിള്ളേർ ചെറാ പഠിക്കുന്ന ആഗ്രഹമുള്ളത്, കാശൊന്നും ഉണ്ടാവില്ല, കുറച്ച് വില കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. തെറ്റായിട്ടുള്ള കാര്യമാണ് ഞാൻ ചെയ്തത് ഗൈസ്. ഓക്കെ, അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല. മറ്റൊരാളുടെ സംഭവം അവരെ കഷ്ടപ്പാടാണ്. ആ സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് നല്ലൊരു കാര്യമാണ്, പക്ഷേ അപ്പുറത്ത് നോക്കുന്ന സമയത്ത് ചീത്തൊരു കാര്യമാണ്. ഞാൻ ഇവനെ കോൺടാക്ട് ചെയ്ത സമയത്ത് ഇവൻ എന്നോട് പറഞ്ഞത് 250 രൂപയ്ക്കാണ് ഇവന് ഈ കോഴ്സ് കിട്ടിയെന്നാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവനൊരു വീഡിയോ ഇട്ടിട്ട് പറയുകയാണ് 7,000 രൂപയ്ക്ക് വീഡിയോ വാങ്ങിച്ചതാണ് എൻ്റെ അടുത്തുനിന്ന്, അത് ഞാൻ നാട്ടുകാരെ സഹായിക്കാനായിട്ട് 499 രൂപ കൊടുക്കാം. ഇവൻ കൊടുക്കേണ്ട കാര്യം എന്തിരിക്കുന്നു, ഞാൻ തന്നെ 499 രൂപയ്ക്ക് എൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇത് ആർക്ക് വേണമെങ്കിലും വാങ്ങാവുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ഞാൻ ആരെയും റെക്കമെൻഡ് ചെയ്യാറില്ല. നിങ്ങൾ ഒരിക്കലെങ്കിലും എൻ്റെ കോഴ്സ് എൻക്വയറി ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. കാരണം ഈ ഒരു കോഴ്സ് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് ഇല്ലാതെ എടുത്തിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ എന്തുകൊണ്ട് ഞാൻ 499 ഞാൻ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. ഇതേപോലെ ഒരുപാട് ആളുകൾ 3000 4000 ഇവനെപ്പോലുള്ള സ്കാമേഴ്സിൻ്റെ വാക്ക് കേട്ട് നഷ്ടപ്പെടുത്തുന്നുണ്ട്. എൻ്റെ കോഴ്സിന് അത്യാവശ്യം ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ പല ആളുകളും ശ്രീകുമാറിൻ്റെ കോഴ്സാണെന്ന് പറയുമ്പോൾ പകുതി പൈസയ്ക്ക് തരാമെന്ന് പറയുമ്പോൾ ചാടി കയറി വാങ്ങുന്നുണ്ട് 3000 4000 ഒക്കെ കൊടുത്തിട്ട്. യാതൊരു പ്രയോജനവുമില്ല. നമ്മളുടെ പേഴ്സണലായിട്ടുള്ള ആ റിലേറ്റഡ് ആയിട്ടുള്ള സപ്പോർട്ട് ഇല്ലാതെ കോഴ്സ് എടുത്തിട്ട് യാതൊരു കാര്യമില്ല. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് വെറുതെ 2 വീഡിയോ ഇരുന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഞാൻ തന്നെ 499 വീഡിയോ ഇട്ടത് എന്തുകൊണ്ടാണ്, ഈ പറഞ്ഞ പോലെ 3000 4000 കൊണ്ട് കണ്ട സ്കാമേഴ്സിന് കൊടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. ആ 499 കോഴ്സ് നിങ്ങൾ എടുക്കാൻ പേ ചെയ്യുന്ന സമയത്ത് ഞാൻ തന്നെ അതിൽ വോയിസ് ആയിട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങളിത് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല, നിങ്ങളിതുപോലുള്ള സ്കാമേഴ്സിന് കൊണ്ടുപോയി വലിയ എമൗണ്ട് നഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതി എൻ്റെ വീഡിയോ തന്നെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോട്ടെ എന്ന് കരുതി ഞാൻ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇവൻ എന്താ പറഞ്ഞത് 7,000 രൂപയ്ക്കുള്ളത് ഇവൻ നാട്ടുകാരെ സഹായിക്കാൻ വേണ്ടി 499 കൊടുക്കുകയാണ്. ഇവൻ അതിന് മുമ്പ് എന്നെ കോൺടാക്ട് ചെയ്ത സമയത്ത് 250 രൂപയ്ക്ക് ഇവന് കോഴ്സ് കിട്ടിയെന്നും ഇവനെതിരെ ലീഗൽ ആക്ഷൻ എടുക്കരുത്, ഞങ്ങൾ ആ വീഡിയോസ് റിമൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞവരാണ്. ഇവൻ വന്ന് രണ്ടാമത് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായില്ലേ. അതായത് ഇത് കേട്ട് കുറേ ആളുകൾ എൻക്വയറി ചെയ്യും, 7,000 മേടിച്ച കോഴ്സല്ലേ പുള്ളി 500 രൂപയ്ക്കല്ലേ കൊടുക്കണമെന്ന് വിചാരിച്ചു. ഇവനെപ്പോലുള്ള സ്കാമേഴ്സിനെ സൂക്ഷിക്കുക. അവരുടെ ചാനൽ ഞാൻ എടുത്ത് നോക്കി, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെച്ചോളൂ, നോട്ട് ചെയ്തോളൂ. ഒരുപാട് സ്കാംസ് ആ ചാനൽ വഴി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ആളുകളുടെ ഒരു ക്രെഡിബിലിറ്റി കളയുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. കാരണം ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ അത്രയും ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്. ഇവിടെ വരുന്ന എല്ലാവർക്കും ഞാൻ കോഴ്സ് കൊടുക്കാറില്ല. ആ കോഴ്സ് ഉപകാരപ്പെടുമെന്നും അത് പ്രയോജനപ്പെടങ്ങി വേണ്ട റിക്വയർമെൻറ്റും തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ട് മാത്രമേ ഞാൻ കോഴ്സ് കൊടുക്കാറുള്ളൂ. അതിൻ്റെ അടുത്ത് നിങ്ങൾ കോഴ്സ് എൻക്വയറി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇവനെ പോലുള്ള ആളുകൾ കാരണം നമ്മുടെ ക്രെഡിബിലിറ്റിയും കൂടെയാണ് പോകുന്നത്. കാരണം പെട്ടെന്ന് ബില്യണർ ആവാമെന്നും അതുപോലെ ഉടായ്പ് ഡയലോഗുകൾ പറഞ്ഞ് 7,000 വാങ്ങിച്ചാണ് നിങ്ങളെ സഹായിക്കാൻ 499 നല്ലതാണെന്ന് പറഞ്ഞ് ഈ 499 കോഴ്സ് നിങ്ങളെടുത്തിട്ട് യാതൊരു പ്രയോജനമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല യൂട്യൂബിലോ ഗൂഗിളിലോ പോയി സെർച്ച് ചെയ്താൽ പോരെ. ഇനി ഇവനെ എന്നെ നാട്ടുകാരെ സഹായിക്കാനായിരുന്നെങ്കിൽ ഇത് വെറുതെ കൊടുക്കാമായിരുന്നു. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അങ്ങനെ കിട്ടിയിട്ടും. പക്ഷേ എന്ത് ചെയ്യായിരുന്നു, ഇവൻ 250 രൂപ മേടിച്ചതാണല്ലോ, ഇവന് വേണമെന്നുണ്ടെങ്കിൽ വെറുതെ കൊടുക്കാമായിരുന്നു. ഇനി ഇവൻ്റെ കയ്യിലിരിക്കുന്ന വീഡിയോയും
നമ്മുടെ ആക്ച്വൽ വീഡിയോയും തമ്മിൽ നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അത് വേറെ കാര്യം, നമ്മുടെ കോഴ്സ് എടുത്തവർക്ക് അറിയാമോ. ഇവൻ്റെ കയ്യിൽ ആകെ 32 വീഡിയോസാണുള്ളത്. അത് നമ്മൾ യൂഡമിയിൽ ഓൾറെഡി 499 കൊടുക്കുന്നുണ്ട് വിത്തൗട്ട് സപ്പോർട്ട്. സോ ഇതുപോലുള്ള സ്കാമേഴ്സിൽ പോയി പെടാതെ സൂക്ഷിക്കുക. ഇതുപോലുള്ള ക്രിയേറ്റർ, ഇത്രയും സബ്സ്ക്രൈബർ ഉള്ള ഒരു ക്രിയേറ്റർ ഈമാതിരി നല്ല വാക്കില്ല ഇവർ അങ്ങനെ ചെയ്യുന്നത് അത്ര നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. തീർച്ചയായിട്ടും നമ്മളത് ലീഗലായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇവനെ ആദ്യം കോൺടാക്ട് ചെയ്തപ്പോൾ ഇവൻ പറഞ്ഞത് കുറച്ച് ഫ്രണ്ട്സ് ചെറിയ കുട്ടികളാണ്, അവരാണിത് ചെയ്തതെന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇതിൻ്റെ മെയിൻ ബ്രെയിൻ എന്ന് പറയുന്നത് ഇവൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ തെളിവുകളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ലീഗലായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതേ സെയിം പരിപാടിയാണ് ഇവിടെയും ഇവരും കാണിച്ചിരിക്കുന്നത്. ഫ്ലിപ്പിംഗ്, സ്കാമിങ്. നമ്മുടെ പ്രോഗ്രാം സെയിം രീതിയിൽ ഫ്ലിപ്പ് ചെയ്തെടുത്ത് അത് പെറ്റിക്കുക, നാട്ടുകാർക്ക് കൊടുത്ത് പെറ്റിക്കുക, പൈസ വാങ്ങണം. മനസ്സിലായി? പെർ ഹെഡ് ഇത്ര എമൗണ്ട് വെച്ച് വാങ്ങിച്ചാൽ എത്രയോ അവൻ്റെ പൈസ. അപ്പോൾ ആരും ഇങ്ങനെയുള്ള ട്രാപ്പിൽ ചെന്ന് വീഴാതിരിക്കുക. അപ്പോൾ ഇതിന് പുറത്ത് ഞാൻ ലീഗൽ ആക്ഷൻസ് എടുത്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി കംപ്ലയിൻറ്റ് രജിസ്റ്റേർഡ് ആണ്. ഇവനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന്, ഇവിടുത്തെ ഡൽഹി ഈസ്റ്റ് ഡൽഹി ഷക്കർപൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവനെ വിളിപ്പിച്ചിട്ടുണ്ട്. SC പ്രവീൺ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. എന്നിട്ട് ഇവൻ കോൾ അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ ഒരു കോളുകളും അവന് ഇവിടുന്ന് എടുത്തിട്ടില്ല. അവൻ്റെ ഫോൺ നമ്പർ സ്വിച്ച് ഓഫ് ആണ്. അവൻ റിമോട്ടിൽ ഇരുന്നിട്ട്, അവൻ്റെ വീട്ടിലുമല്ല റിമോട്ടിൽ ഇരുന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പാവപ്പെട്ടവരായ അവൻ്റെ വീട്ടുകാരെയും എല്ലാ ആൾക്കാരെയും പറ്റിച്ചുകൊണ്ട് ഇവൻ എന്നെ വരെ ഇത്രയും പറ്റിച്ചു. സ്വന്തം അനിയനായിട്ട് ഞാൻ കണ്ടുപോയതാണ് ഈ വ്യക്തിനെ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആക്സസ് ഒക്കെ പുള്ളിക്ക് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ എനിക്കും ഉണ്ടായത്. അപ്പോൾ പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ വരിക, ഈ ഒരു പൈസ ഞാൻ കൊടുത്തു, നിങ്ങളുടെ പാർട്ട്ണറല്ലേ, എൻ്റെ പാർട്ട്ണറല്ലേ എന്നൊക്കെ വന്നിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അവനുമായി ഒരു ബന്ധമില്ല. ഈ ഒരു കമ്പനി അവനെ ഞാൻ ടെർമിനേറ്റ് ചെയ്തതാണ് ഈ കമ്പനിയിൽ നിന്ന്. ഇനി ആരെങ്കിലും അവിടെ പോയിട്ട് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ടോണിയോ അതോ ഈ ജൈവികോ എന്ന് പറഞ്ഞ കമ്പനിയോ ബാധകമല്ല. അത് ഞാൻ ഇന്ന് ഈ ഒരു ഡേറ്റിന് ഞാൻ ഒപ്പിട്ട് തരാണ്. ഓക്കെ, ഇനിയിപ്പോൾ ആരെങ്കിലും പേയ്മെൻറ്റ് കൊടുത്ത് പെറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ ഞാനോ എൻ്റെ കമ്പനിയോ ബാധകമല്ല. ഓക്കെ, ദെൻ എന്തായാലും ഇങ്ങനെയുള്ള തട്ടിപ്പുകളിലൊന്നും പോയി വീഴാതിരിക്കുക. ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്, ഈ കോഴ്സ് പറ്റിച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ദയവേത് അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ഡയറക്റ്റ് ചോദിക്കുക. ഇവൻ്റെ അടുത്ത്, ഇപ്പോൾ ഈ കൃഷ്ണദേവൻ്റെ അടുത്ത് ഡയറക്റ്റ് ചോദിക്കുക, 1 CR സ്റ്റോർ ഡയറക്റ്റ് ഓപ്പൺ ആക്കി കാണിച്ചു തരാനുള്ള ഗഡ്സ് ഉണ്ടോ എന്ന് ചോദിക്കുക. ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരും. നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുക. ഇതിനൊക്കെ എന്തോ ഓരോ പ്രൂഫുകൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എൻ്റെ നമ്പർ ഞാൻ അടിയിൽ കൊടുക്കാം. ഒരാൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ വിത്തിൻ ഓൾ പ്രൂഫ് ഞാൻ ഇട്ട് തരാം. 1 CR സ്റ്റോർ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു 1 lakh വ്യൂസ് കിട്ടിയ ആ ഒരു വീഡിയോയ്ക്ക്. അത് വെച്ചിട്ടാണ് ഇവൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഓക്കെ, മാക്സിമം എല്ലാവരേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള സ്കാമുകളിലേക്ക് ഇനി ഒരാളും പെടരുത്. ഓക്കെ, ദെൻ താങ്ക് യു.